സുഖമായില്ലട്ടാ, നല്ല മഴ. അതിക്ക് പറ്റിയൊരു സാധനം ഇറച്ചിമൂളി അല്ലേ പോയ. ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിമൂളി എന്നാണ്, മറ്റുള്ള സ്ഥലത്തൊക്കെ എന്തിനാണ് കപ്പ ബിരിയാണി. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടാ. എന്നാ ചെറിയ റെസിപ്പിയാണ്, ചെറിയ ക്വാണ്ടിറ്റിയിലട്ടാ, അപ്പോൾ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. കപ്പ ആദ്യം നല്ല വൃത്തിയിൽ കഴുകി നുറുക്കുക. തക്കാളി, ഉള്ളി, പച്ചമുളക് കുക്കർക്ക് ഇടട്ടാ. പച്ചമുളക് എല്ലാം കൂടി കുക്കറിലേക്കാണ് ഇടുക. ബീഫ് ഇതിലേക്കാണ് ഇടട്ടാ. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം, മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കട്ടോ. കുറച്ച് ഉപ്പിടാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ആക്കുക. കുറച്ച് മുളക് പൊടിയും വേണ്ട, മുളക് പൊടി കുറവാ. അങ്ങനെ കുക്കർ എന്ത് ചെയ്യുക, ഒരു 6 വിസിലടിക്കട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ ഏകദേശം 6 വിസിൽ കഴിഞ്ഞ് ഓഫാക്കട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അങ്ങനെ ബീഫ് വെന്തിക്കണ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ബീഫ് എന്താ വേറെ പാത്രത്തിലേക്കാണ് മാറ്റിയേക്കാം. അടുത്ത കുക്കറിൽ ഇനിയും പണിയുണ്ട്. ബീഫ് ചിക്കണ്ടിട്ടാ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 10 ആക്കുള്ള ഇറച്ചി മുളി കേട്ടോ, കൂടുതലില്ല. 2 തേങ്ങ വറുത്തെടുക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണേ, തേങ്ങ വറുത്തെടുക്കട്ടോ. അങ്ങനെ ഉരുളി ചൂടായാലും നമ്മൾ എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കറിവേപ്പിൻ്റെ ഇല ഇടാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. തേങ്ങ കരയാതെ വറക്കണ്ട. അങ്ങനെ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടാ നമ്മളെന്ത് ചെയ്യുക, ഒന്ന് അരച്ചെടുക്കണം. നമ്മളുണ്ടാക്കിയ കുക്കറിൽ തന്നെയാണ് എന്ത് ചെയ്യണേ, നമ്മൾ പൂള പൊയ്യണ്ടിട്ടാ. കുറച്ച് പൂള മൂടോടുള്ള വെള്ളം ഒഴിക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടട്ടെ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് ഇടട്ടോ. തോനെ വേണ്ട, കുറച്ച് ഉപ്പ്. ഒരു 3 വിസിലിട്ടാ. 2ാമത്തെ വിസിലടിച്ചിട്ടാ. ഇനി ഒരു വിസിലുമ്പോൾ അടിച്ചാൽ നമ്മൾ ഓഫ് ചെയ്യൂട്ടാ. 3 വിസിൽ എന്തായാലും പൂള കഞ്ഞി കഴിക്കണവും. എന്തായാലും നല്ല വേവണം കേട്ടാ. അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കി നമ്മൾ പൂള റെഡി ആയിട്ടാ. ഊറ്റിയെടുക്കുക. വെള്ളം വേണ്ടട്ടാ. വെള്ളമില്ലാതെ പൂള നമ്മൾ ഉരുളിക്ക് നേരത്തെ തേങ്ങ വറുത്ത് വെച്ച് ഉരുളിക്ക് ഇട്ട് കൊടുക്കട്ടോ. ഓവറായിട്ട് ചെറുതായിട്ട് എത്തിക്കാം. നല്ല ഉടക്കണം. ചിലർ ഉടക്കില്ല, നമ്മളത് ഉടക്കണാണ്. ഇങ്ങനെ അല്ലാതൊന്നും പറയണ്ട, നമ്മളിങ്ങനെ ഉണ്ടാക്കല്. നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഈ ഇറച്ചി മൂളിയൊക്കെ. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബീഫ് ഇതിക്കാൻ ഇടാം. നല്ലോണം മിക്സ് ആക്കട്ടോ. ഇത് ഇനി കുറച്ച് സാധനങ്ങൾ ഇടാണ്ട്. നമ്മളെ സ്പെഷ്യൽ എന്താണ്, ഇറച്ചി പൂളി കേട്ടോ. ഇത് ചിലവർ വേറെ രൂപത്തിൽ ഉണ്ടാക്കും. ഇത് എൻ്റെതായ സ്റ്റൈലാണ്. മോനാണ് നമ്മളെ ഹെൽപ്പർ, കോയത് അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പം നല്ല മഴയാണ് ഇവിടെ ഉള്ളത്. നല്ല രാത്രിക്ക് ഉണ്ടാകും. അല്ലേ കോയാണ് പൂളൊക്കെ തുളച്ചത്, ബീഫൊക്കെ മുറിച്ചത് പൂളേട്ടാ, അല്ല കോയട്ടാ. വറുത്ത തേങ്ങ നല്ല സ്മെല്ലുണ്ട്. ഇതെന്ത് ചെയ്യുക, മിക്സിയിലിട്ടാണ് അരച്ചുകൊണ്ട് എടുക്കട്ടാ. പിന്നെ വറുത്ത അരച്ച തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടാ. ഇനി ഇതായിട്ടാണ് നമ്മളെ കലാപരിപാടി തുറന്നിട്ടാ. കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകപ്പൊടി ഇടാം. കുറച്ച് ഗരം മസാല ഇട്ടാ. ബിരിയാണി മസാല ഇട്ട്, ജീരകപ്പൊടി ഇട്ട്, ഗരം മസാല ഇട്ടാ. ഓക്കെ, ഇനി നല്ലോണം മിക്സ് ചെയ്യുക. അഞ്ഞും മിക്സ് ചെയ്യാം. തേങ്ങ ഇതിലേക്കാണ്ട് മിക്സ് ചെയ്യട്ടാ. നമ്മളെ കപ്പ ബിരിയാണിയും മറ്റുള്ളവരെ കപ്പ ബിരിയാണി രണ്ട് വ്യത്യാസമായി കരട്ടാ. നമ്മളെ കപ്പ ബിരിയാണി ഉണ്ട്. അത് മക്കളെ ഒന്നും പറയില്ല, എൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ
ഇനി നമ്മൾ വറവിടുന്ന പരിപാടി കിടക്കട്ടെ. അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ, തൂമ്പിക്കാനാണ്. വെളിച്ചെണ്ണ ചൂടായാൽ ചീരുള്ളി ആണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇടാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇടാം. അതിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ചീരുള്ളി വാടി വരട്ടെട്ടാ. നമ്മൾ വറവിടാൻ പോട്ടെ. എല്ലാണ്ട് മിക്സാക്കാം. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, ഇറച്ചിയും പൂളിയും അഥവാ കപ്പ ബിരിയാണി റെഡി ആയിട്ടാ. അതിൻ്റെ മേലെ ലാസ്റ്റ് ഇതാ കുറച്ച് ചപ്പും പാട്ടെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നമ്മളെ ഇറച്ചിയും പുളിയും ഇവിടെ കഴിഞ്ഞിട്ടാ സമാപിച്ചു. ഇതാ കോയ ഇങ്ങോട്ട് തിരി കോയ കുറെ നേരം കോയനെ കൊണ്ടാണ് നേരം വെക്കിയത്. നമ്മളെ ഇറച്ചിയും പുളി റെഡി നമ്മളിപ്പോ കഴിക്കാൻ നമ്മൾ ചില സ്ഥലത്ത് ഇതിനെ കപ്പ ബിരിയാണി എന്നാ പറഞ്ഞിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കപ്പ ബിരിയാണി അല്ല, ഇത് ഇറച്ചിയും പുളി അല്ല എന്നുള്ള പൊല്ലാപ്പിടാൻ നിൽക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.